ഹലോ, എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പനീർ കടായിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നോർമൽ ചില്ലി പൗഡർ ആയാലും മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പനീർ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുപ്പത്ത് ഒരു പാൻ വെച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചതുര കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഈ ഓയിലിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സവോള ചതുര കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ പനീറിലൊന്ന് പൊതിയുന്ന രീതിയിലേക്ക് ആയാൽ മതി. ഈ ഒരു പരുവം മതി. ഇനി ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി പനീർ ഫ്രൈ ചെയ്ത ഈ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ഏലക്കയും ഒരു 2-3 ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ടയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഓയിലിൽ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവോള ചേർത്ത് കൊടുക്കുകയാണ്. സവോള ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുകയാണ്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവോളക്കൂട്ടിൽ തക്കാളി നന്നായിട്ട് മെൽറ്റായി വരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാല നമുക്ക് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച പേസ്റ്റ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറിലെ ഈ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറിൽ കിടന്ന് ഈ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും സവോളയും ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ 1 ടീസ്പൂണ് കസൂരി മേത്തി പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വേവിച്ചെടുക്കുക.
ഇപ്പോൾ 2 മിനിറ്റ് അടച്ച് വേവിച്ചപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. പനീറും ഈ മസാലയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുന്നത് വരെ നമുക്കൊരു 2 മിനിറ്റ് വീണ്ടും അടച്ച് വേവിച്ചെടുക്കാം. സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പനീർ കടായി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂകിക്കൊടുക്കാം. മല്ലിയിലയിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ നമ്മുടെ പനീർ കടായി റെഡിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. നിങ്ങൾക്ക് റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലെയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.